ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീവിദ്യാം ശിവവാമഭാഗനിലയാം ഹ്രീംകാരമന്ത്രോജ്വലാം ശ്രീചക്രാങ്കിതബിന്ദുമധ്യവസതിം ശ്രീമജ്ജഗന്മോഹിനീം ശ്രീമത്ഷൺമുഖവിഘ്നരാജജനനീം ശ്രീമത്സഭാനായികാം മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം. കാരുണ്യവാരാം നിതിം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപത്തി. ശ്രീരാമദൂതം ശിരസാ സ്മരാമി. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സത്ര സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഏതു പരിപാടികൾ വയ്ക്കുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ആദ്യം ചിന്തിക്കുക എത്ര പേരെ പങ്കെടുപ്പിക്കാൻ സാധിക്കുമെന്ന്, എത്ര പേര് പങ്കെടുത്തുകൊണ്ട് അതിനെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ആശയത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും നിലനിൽക്കുക. പ്രത്യേകിച്ച് സുധാകരൻ പറയുന്ന പോലെ ഈ വേദിയിൽ എല്ലാവരും പുതിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ സ്വാഗതം പറയാനും പ്രാർത്ഥന ചൊല്ലാനും അധ്യക്ഷ ഭാഷണവും അത് വളരെയധികം പ്രോത്സാഹനമാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം. എന്തുകൊണ്ടെന്നാൽ ഈ അമൃതം ഭാഗവത സത്രം അല്ലെങ്കിൽ അമൃതോത്സവം കഴിയുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റെ ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കും. അനുഭവം കൊണ്ട് പറയുകയാണ്. കാരണം കഴിഞ്ഞ വർഷത്തിൽ ഏപ്രിൽ മാസം 1-ാം തീയതി ആരംഭിച്ച അമൃതം ഭാഗവതം എന്ന് പറയുന്ന പരിപാടി ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പാലക്കാട് ടൗണിലാണ് വെക്കേണ്ടിയിരുന്നത്. പക്ഷേ പെട്ടെന്ന് സാഹചര്യങ്ങൾ അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എത്ര പേര് പങ്കെടുക്കുമെന്ന് സംശയമായി പോയി. പാലക്കാട് ടൗണിലാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു, കുറേ ആൾക്കാർ വന്ന് അവിടെ പങ്കാളികളാവാൻ സാധിക്കും. പക്ഷേ പങ്കെടുക്കുന്നതിൽ ഉപരിയായിട്ട് അവിടെ വന്ന് 7 ദിവസവും അല്ലെങ്കിൽ 10 ദിവസവും ആ സത്രത്തിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളുടെയും ജീവിതം, അവരുടെ കുടുംബം, അവരുടെ ശ്രേയസ്, അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണ് നാമജപം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി എല്ലാ വീടുകളിലും രാമായണ പുസ്തകം നമ്മൾ ഇന്നലെ ചേഷ്ടാ ഭഗവതിയെ കളഞ്ഞ് ശ്രീദേവിയെ വീട്ടിലേക്ക് കുടിയിരുത്തി. ആ കുടിയിരുത്തുന്ന കൂട്ടത്തിൽ നമ്മൾ ആദ്യം ചെയ്തത് രാമായണ പുസ്തകത്തെ എടുത്ത് വിളക്കിൻ്റെ മുന്നിൽ വെച്ച് ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങി മന്ത്രങ്ങൾ ചൊല്ലാനും ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും കിഷ്കിന്ധാകാണ്ഡവും യുദ്ധകാണ്ഡവും എല്ലാം കഴിഞ്ഞ് ഉത്തരകാണ്ഡം വരെ നമ്മൾ വായിച്ച് 31 ദിവസം കൊണ്ട് അതിൻ്റെ അനുഭൂതി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ശ്ലോകവും വായിക്കുന്ന സമയത്ത് ആ ശ്ലോകത്തിൽ രാമൻ്റെ അക്ഷരത്തെ അല്ലെങ്കിൽ രാമനാമത്തെ നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് ഈ ഒരു മാസം രാമായണ മാസമായിട്ട് ആചരിക്കാൻ സാധിച്ചത് 1982 മഹാസമ്മേളനം നടത്തിയിട്ടാണ് കേരളത്തിൽ പഞ്ഞമാസം മാറി രാമായണ മാസമായത്. അപ്പോൾ ഇതെല്ലാം ഓരോ സമൂഹം ഉയർന്നു വരുവാൻ വേണ്ടി നമുക്ക് നിഷ്കർഷിച്ച ആചാര അനുഷ്ഠാനങ്ങളെ വരുന്ന തലമുറയ്ക്ക് ഓരോ മഹത്തായ വ്യക്തികളും നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെയും നമുക്ക് ഇത്രയും, ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്രയും ഉള്ളോട്ട് വന്ന് ഒരു സത്രം നടത്തുമ്പോൾ ആ സത്രത്തിൽ നമുക്ക് എത്രയധികം ശ്രേഷ്ഠത അനുഭവിക്കാൻ സാധിക്കും
എത്രയധികം ആൾക്കാരെ പങ്കാളിയാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സുധാകരേട്ടൻ പറഞ്ഞതുപോലെ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ആനന്ദവരം ഭാരതിയാർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിലൂടെ ഇന്ന് ലോകമെമ്പാടും കുംഭമേള അറിയിക്കാൻ സാധിച്ചു. നമ്മളൊക്കെ എത്ര പേര് പോയി കുംഭമേളയ്ക്ക്? നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് ദിവസേന ആരതി കാണിച്ച് ആ ഭാരതപ്പുഴയെ ശ്രേഷ്ഠവൽക്കരിക്കുകയും അവിടെ വരുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും സത്സംഗങ്ങളും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ്. ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തില്ല, ഒരു ചാനലും അതിനെ പ്രദാനം ചെയ്തില്ല. എങ്കിലും അവിടെ ലക്ഷോപലക്ഷം ആളുകൾ വന്നു. കാരണം സ്വാമിയാരുടെ ഒരു വചനം കൊണ്ട് തന്നെ ലോകമെമ്പാടും അറിയിക്കാൻ ഇന്ന് നവമാധ്യമങ്ങൾ നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാമായണം എന്ന് പറയുന്ന ആ പുസ്തകം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യണമെന്നുള്ള. കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, കാരണം എനിക്കും അടുത്തൊരു സ്കൂളിലേക്ക് പോകാനുണ്ട്. ഇന്ന് രാമായണ മാസത്തിലെ തുടക്കം 10:30 മണിക്ക് സ്കൂളിലേക്ക് എത്തുന്നതാണ്. എങ്കിലും രാമായണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിൽ ആക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം സീതയെയും രാമനെയും നമുക്കറിയാം, ഭരതനെയും ശത്രുഘ്നെയും നമുക്കറിയാം, ലക്ഷ്മണനെയും ഊർമിളയെയും നമുക്കറിയാം. അവിടെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭരതന്റെ പത്നിയായ മാണ്ഡവിയെ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കണം. ശത്രുഘ്നന്റെ ഭാര്യയായ ശ്രുതകീർത്തിയെ നമുക്കൊന്ന് എടുത്ത് കാണാൻ സാധിക്കണം. ഇവരുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പം നമ്മൾ ആദ്യം ഈ 4 പേരുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ 4 ഭാര്യമാരുടെ പേരെയും കൂടി പഠിക്കാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആദ്യം ശ്രുതകീർത്തികളായി മാറാൻ നമുക്ക് സാധിക്കണം. നല്ലത് കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. ആ കേട്ടതിലൂടെ നമ്മുടെ ജീവിതത്തിൽ കീർത്തി സമ്പാദിക്കാൻ, യശസ്സുണ്ടാവാനുള്ള നമുക്ക് തയ്യാറെടുപ്പ് നടത്താൻ ശ്രുതകീർത്തിയെ നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ ശ്രുതകീർത്തിയിലൂടെ ലക്ഷ്മണനായി ഉയരുവാൻ നമുക്ക് സാധിക്കണം. അതിൽ ലക്ഷ്മണനെ നാമനിർദ്ദേശം ചെയ്യുന്ന സമയത്ത് രാമായണം തന്നെ പറയുന്നുണ്ട്, ലക്ഷണ ഉത്തമനായ ലക്ഷ്മണനെ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു സത്രത്തിന് നാന്ദി കുറിച്ചിരിക്കുക, അല്ലെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ തുടക്കം കുറിക്കുന്ന സമയത്ത് ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ സത്രത്തെ വിജയിപ്പിക്കാനുള്ള നാമമന്ത്രത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ നാമമന്ത്രം നമ്മുടെ ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ സത്രം തുടങ്ങുന്ന സമയത്ത് സത്രത്തിൻ്റെ വേദിയിൽ, സപ്താഹത്തിൻ്റെ വേദിയിലൊക്കെ അവിടെ ഒരു വിളക്ക് വെച്ച് അതിൻ്റെ താഴത്ത് ദർഭ വെച്ച് അവിടെ ഒരു സങ്കല്പം ചെയ്യും ആചാര്യൻ. പൂജ ചെയ്യുന്ന ആചാര്യൻ സങ്കല്പം ചെയ്യും. എന്താണെന്നറിയോ? ഈ സത്രം കഴിയുന്നവരെ ഈ നാട്ടിൽ മരണം നടക്കരുത്, അതുകൊണ്ട് യമധർമ്മ രാജാവേ നിനക്കും ഇവിടെ പൂജയുണ്ട്. ചിന്തിച്ചു നോക്കുക. ഇവിടെ കുംഭാഭിഷേകം നടക്കുന്ന സമയത്ത്, കൊടിയേറ്റം നടക്കുന്ന സമയത്തെല്ലാം ഈ പൂജകൾക്ക് യമധർമ്മ രാജാവിനെയും കൂടി നമ്മൾ കൂടെ പിടിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. ഈ നാട്ടിൽ ഒരുപാട് സത്സംഗങ്ങൾ നടക്കുന്ന സമയത്തെല്ലാം ആ ആചാരത്തോടുകൂടി അവരെയും കൂടി പൂജ ചെയ്യുന്ന, യമധർമ്മ രാജാവിനെ പൂജ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പേടിയാണ്, നമുക്ക് മരണം എന്ന് പറയുന്നത് പേടിയാണ്. അപ്പോൾ മരണം വരാതിരിക്കാൻ, ഈ നാട്ടിൽ അശുഭകാര്യങ്ങൾ വരാതിരിക്കാൻ അവരെ കൂടി പൂജ കഴിക്കുന്ന ഒരു സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ നാമമന്ത്രങ്ങൾ ഉച്ചരിച്ച് ആ പുസ്തകം പൂർത്തീകരിക്കുന്ന സമയം വരെ നമ്മൾ കേൾക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കീർത്തിയുള്ളതാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഈ സത്രം നമുക്ക് ശ്രേഷ്ഠമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എത്രയധികം ബന്ധുജനങ്ങളുണ്ടോ ഇന്ന് മുതൽ നമുക്ക് അവർക്ക് ഇവിടെ നടക്കുന്ന ഓരോ യജ്ഞങ്ങളുടെയും വീഡിയോസ് ആണെച്ചാലും ഫോട്ടോസ് ആണെച്ചാലും അയച്ചു കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അല്ലേ? അവരെ കൊണ്ട് ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് ഈ സന്നിധിയിൽ ആ സത്രത്തിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ ആചാര്യൻ്റെ അനുഗ്രഹഭാഷണം കേട്ടുകൊണ്ട് അവിടെ നിന്നും ഭക്ഷണം കഴിച്ചു പോകാൻ സാധിക്കണം. ഭക്തി ഭോജനം, അല്ലെങ്കിൽ നമ്മൾ അന്നദാനം എന്ന് എളുപ്പത്തിൽ പറയുമെങ്കിലും ഭക്തി ഭോജനം, അവിടെ നിന്നും കിട്ടുന്ന ഭഗവാന്റെ പ്രസാദം കഴിച്ചു പോകാൻ സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ ശ്രുതകീർത്തിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ശ്രുതകീർത്തിയിൽ നിന്നും ലക്ഷണ ഉത്തമനായ ലക്ഷ്മണനിലേക്ക് നമുക്ക് വൃദ്ധാചരണത്തിലൂടെ ശരീരത്തെയും ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത്
അടുത്ത വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നത് ഊർമിളയെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ശ്രുതകീർത്തിയിൽ നിന്നും ശത്രുഘ്നിൽ നിന്നും നമുക്ക് ഊർമിളയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മനസ്സിനെ എപ്പോഴും ഊർമിള എന്നുള്ള ഭാവത്തോടുകൂടി, അതായത് ശാന്തഭാവത്തോടുകൂടി, തണുപ്പോടുകൂടി, ശാന്തത്തോടുകൂടി, കോപമില്ലാതിരിക്കാൻ നമുക്ക് ജീവിതത്തെ പഠിക്കണം. അങ്ങനെ ഊർമിളയിൽ നിന്നും നമുക്ക് ലക്ഷ്മണനായി, ലക്ഷ്മണനിൽ നിന്നും മാണ്ഡവിയിലേക്ക് കടക്കുകയാണ്. ഭരതന്റെ ഭാര്യയുടെ പേരാണ് മാണ്ഡവി എന്ന്, അല്ലേ? ഇപ്പൊ എത്ര പേര് പഠിച്ചു? ഊർമിളയെ നമ്മൾ പഠിച്ചു, ശ്രുതകീർത്തിയെ നമ്മൾ പഠിച്ചു, മാണ്ഡവിയെ നമ്മൾ പഠിച്ചു. മാണ്ഡവി ഭരതന്റെ ഭാര്യയുടെ പേരാണ്. ആ ഭരതന്റെ ഭാര്യയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ബുദ്ധിശക്തിയെ കൂർമ്മമായി വെക്കുവാൻ സാധിക്കണം. ആ കൂർമ്മമായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ആമയുടെ മുകളിലായിരിക്കും പീഠങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പഞ്ച ഇന്ദ്രിയങ്ങളെയും ആമ എങ്ങനെയാണോ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, കാലുകളെയും തലയെയും ഉള്ളിലേക്ക് എടുക്കുന്നത്, വേണ്ട സമയത്ത് ഉപയോഗിക്കുവാനും വേണ്ടാത്ത സമയത്ത് അടക്കി വയ്ക്കാനുമുള്ള ഇന്ദ്രിയങ്ങൾ നമുക്ക് സജ്ജീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ മാണ്ഡവിയുടെ ഭർത്താവിൻ്റെ പേരാണ് ഭരതൻ എന്നാണ്. അദ്ദേഹത്തിന് നാമകരണം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭരണ നിപുണനാം ഭരതൻ എന്ന് വസിഷ്ഠ മഹർഷി പേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഈ രാജ്യത്തെ ഭരണത്തിൻ്റെ ചക്രങ്ങളെ തിരിപ്പിക്കാൻ യോഗ്യതയുള്ള ആളാണ് ഭരതൻ എന്ന് ജന്മം കൊടുത്ത ആ കുടുംബത്തിൽ നിന്നും നാമകരണം ചെയ്യുന്ന വസിഷ്ഠ മഹർഷി ആ സമയത്ത് തന്നെ ജാതകവശാൽ തീരുമാനമെടുത്തു, ഇവൻ ഭരതനാണ് എന്ന്, അല്ലേ? ആ ഭരതന്റെ 2 മക്കളുടെ പേര് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. തക്ഷശില നടത്തിയിരുന്നത് തക്ഷൻ എന്നാണ്. നമുക്ക് തക്ഷശിലയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും, അല്ലേ? ഏറ്റവും കൂടുതൽ വേദഗ്രന്ഥങ്ങൾ നമുക്കുണ്ടായിരുന്നത് തക്ഷശിലയാണ്. അതിനെയാണ് നമുക്ക് വിദേശികൾ വന്ന് നശിപ്പിച്ചു കൊണ്ടുപോയത്. ആ തക്ഷശില ഭരിച്ചിരുന്നത് തക്ഷൻ എന്ന് പറയുന്ന ഭരതന്റെ മകനാണ്, അല്ലേ? അവരെ കുറിച്ചൊന്നും നമ്മൾ രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടേ ഇല്ല, നമ്മൾ കേട്ടിട്ടുമില്ല. പക്ഷെ പഠിക്കണം. പുരസ്തൻ എന്നാണ് 2ാമത്തെ ആളുടെ പേര്. അപ്പോൾ ഇത്തരത്തിൽ ശ്രേഷ്ഠ മക്കളെ ജന്മം കൊടുക്കാൻ സാധിച്ച ഭരതനെയും മാണ്ഡവിയെയും എടുക്കുന്ന സമയത്ത് തന്നെ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സീതയെ നമുക്ക് കാണാൻ സാധിക്കും. ഉഴവുചാലിൽ നിന്നും കിട്ടിയ സീതയെ ജനകൻ പരിപാലിക്കുകയും അവിടെ ശൈവചാപം ഒടിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ വരണമാല്യം ധരിച്ച് സീതയെ സ്വീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ സത്രം കഴിയുന്നവരെ നമ്മുടെ മനസ്സിനെ ഉഴുതുമറിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയുള്ള ഉഴുത്? ഇവിടെ പറഞ്ഞു, ക്ഷീരോപന്ന പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗക്തികാനാം എന്ന് വിഷ്ണു സഹസ്രനാമം നമുക്ക് ചൊല്ലിക്കേൾപ്പിച്ചു തന്നു. അപ്പോൾ എങ്ങനെയാണ് പാല് നമ്മൾ കറന്നെടുക്കുന്നത്, അല്ലേ? പശുവിൽ നിന്ന്, പശുവിന് എന്തൊക്കെയോ ഭക്ഷണം നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലേ? പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് എച്ചിൽ പോലും നമ്മൾ പശുവിന് കൊടുക്കാറുണ്ട്. പക്ഷേ ശുദ്ധമായ പാല് നമുക്ക് തരുന്നുണ്ട്, അല്ലേ? ആ ശുദ്ധമായ പാല് നമുക്ക് കഴിച്ചാൽ ആരോഗ്യത്തിന് ഗുണമാണ്. പക്ഷെ ഇന്ന് നമുക്ക് പാല് കഴിച്ചാൽ ഗുണമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും? സംശയമാണ്. നാടൻ പശുക്കളെ പരിപാലിക്കുന്ന ഒരു സംവിധാനമില്ല. പാലിന് വേണ്ടി ഉണ്ടാക്കുന്ന ബീജത്തെയാണ് നമ്മൾ അവിടെ കണ്ട് ആ പശുവിൽ നിന്നും 10 ലിറ്ററോ 20 ലിറ്ററോ പാല് കിട്ടുന്ന പോലെയാണ് ഇപ്പം കിട്ടുന്നത്. അപ്പോൾ ശുദ്ധമായ പശുവിൻ്റെ പാല് കഴിച്ച് വളർന്ന ആൾക്കാരെല്ലാം ആരോഗ്യപ്രദമായി ജീവിച്ചിരുന്നു, അസുഖമില്ലാതെ ജീവിച്ചിരുന്നു. ഇന്ന് കാലിത്തീറ്റയും മറ്റു സാധനങ്ങളും കൊടുത്ത് പാലിന് വേണ്ടി ഉൽപ്പാദനം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെന്നാണ്. അപ്പോൾ ശ്രീരാമനിലേക്ക് എത്താൻ നമ്മൾ ഇന്നു മുതൽ മനസ്സ് ഉഴവുചാലിൽ നിന്നും കിട്ടിയ സീതയെ പോലെ ബ്രഹ്മവിദ്യാശാസ്ത്രം എന്താണെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കണം. ആ ശാസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് ആദിശങ്കരൻ പറഞ്ഞു. കാരണം കോടി ഗ്രന്ഥങ്ങളുണ്ട്, കോടി ശ്ലോകങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പഠിച്ചപ്പോൾ അദ്ദേഹം ഒരു ലൈനിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു, ബ്രഹ്മസത്യം. ഈ ബ്രഹ്മം സത്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ്, പരമാത്മാവ് സത്യമാണ്. ജഗത്ത്, ഈ നമ്മൾ വസിക്കുന്ന ഭൂമിയെല്ലാം
മിഥ്യയാണ്, ഈ കാലഘട്ടം കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ തയ്യാറെടുത്തു കൊണ്ടിരിക്കാനുള്ള ഉഴവുചാലായി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആവുന്ന സമയത്താണ് ശ്രീരാമനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക, അല്ലേ? രാമൻ്റെ ഗുണമെന്താ? ഏതിനെയും തന്നിലേക്ക് ആകർഷിക്കുവാനും ഏതിനെയും നിലനിർത്തുവാനും അതിനെ പരിപാലിക്കുവാനും സാധിക്കുന്ന അയോധ്യയുടെ കൊട്ടാരത്തിലിരുന്ന് രാജ്യം ഭരിക്കാൻ സാധിച്ച ശ്രീരാമചന്ദ്രനായിട്ട് 14 വർഷം വനവാസത്തിന് പോയതും തൻ്റെ ആവശ്യത്തിനല്ല, തൻ്റെ അച്ഛൻ പറഞ്ഞ അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ്റെ ഭാര്യയായ കൈകേയി പറഞ്ഞു കൊടുത്ത് ആ ഒരു വനവാസം 14 വർഷം നടത്തിയപ്പോൾ അവിടെ രാവണനെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ രാവണനെ വധിച്ചുകൊണ്ട് തിരിച്ച് 14 വർഷം കഴിഞ്ഞ് ഭരതൻ ഭരിച്ചിരുന്ന രാമരാജ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ്. തിരിച്ച് അയോധ്യാവാസിയായ ആ ശ്രീരാമചന്ദ്രന്റെ ഭരണത്തെ നമുക്ക് നോക്കുമ്പോൾ എല്ലാവരെയും തുല്യമായി കാണുവാനും തുല്യമായി നീതി സംരക്ഷിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാവരെയും കാണുന്നത് തുല്യമായിട്ട് നമ്മുടെ ശാസ്ത്രത്തെ നമ്മൾ പഠിച്ചു ഉയരുന്ന സമയത്താണ്. അതുകൊണ്ടാണ് വസിഷ്ഠനിൽ നിന്നും യോഗവാസിഷ്ഠം പഠിച്ച ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളിത് എല്ലാം മനസ്സിലാലോചിക്കുക. ആദ്യം ഇന്നു മുതൽ ശ്രുതകീർത്തിയാവാൻ നമുക്ക് സാധിക്കുക. ശ്രുതകീർത്തിയിലൂടെ നമ്മുടെ മനസ്സിലെ ശത്രുഭാവത്തെ ഇല്ലാതാക്കാൻ സാധിക്കുക. അതിൽ നിന്ന് നമുക്ക് ഊർമിളയെ നിലനിർത്തുവാൻ സാധിക്കുക. മനസ്സിനെ ശാന്തഭാവ ഭക്തിയോടുകൂടി നിലനിർത്തുവാൻ സാധിക്കുക. അപ്പോൾ മനസ്സിലെപ്പോഴും ശാന്തതയുണ്ടെങ്കിൽ ദേഷ്യപ്പെടാൻ നമുക്ക് എന്തില്ല, ആവശ്യം വരികയില്ല, അല്ലേ? ദേഷ്യം വരുന്ന സമയത്താണ് നമ്മുടെ പിരികങ്ങളെല്ലാം മിടിക്കുന്നത്, അല്ലേ? ദേഷ്യം വരുന്ന സമയത്താണ് വാക്കുകൾ മോശമായി പോകുന്നത്. അപ്പോൾ ദേഷ്യപ്പെടാതിരിക്കാൻ നമ്മൾ ഇന്നു മുതൽ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ലക്ഷണ ലക്ഷ്മണനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിലൂടെ നമുക്ക് മാണ്ഡവിയാവാൻ സാധിക്കും. ബുദ്ധിയെ നമുക്ക് ശ്രേഷ്ഠമാക്കി സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് ഏത് കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാവീണ്യത്തെ നേടിയെടുക്കാൻ സാധിക്കും. അതിലൂടെ രാമതത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ മനസ്സിനെ എപ്പോഴും രാമമന്ത്രത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൽ കൃത്യമായിട്ട് ഭാഗവതവും പറഞ്ഞിരിക്കുന്നു, അതുപോലെ രാമായണത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. കാരണം ഭഗീരഥൻ എന്ന് പറയുന്ന വ്യക്തി ഇക്ഷ്വാകു വംശത്തിൽ ജന്മമെടുത്ത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി തയ്യാറായപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഗംഗാ മാതാവ്, ആകാശഗംഗ ഭൂമിയിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ ഗംഗയെ തപസ് ചെയ്യുന്ന ഭഗീരഥന്റെ തപസ്സിനെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ആ ഭഗീരഥൻ ഗംഗയോട് പറയാണ്, അല്ലയോ ഗംഗേ, നീ ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ, അവിടെ ഒരു ശ്ലോകം നമുക്ക് യുധിഷ്ഠിരനും വിതുരനും തമ്മിലുള്ള സംവാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ രാമായണത്തിൽ വിശ്വാമിത്ര മഹർഷി രണ്ടുപേരെയും താടകാവനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വാൽമീകി രാമായണം എടുത്തു പറയുന്നു, സാധവോ ന്യാസിനശാന്ത ബ്രഹ്മിഷ്ട ലോകപാവന. നമ്മളെല്ലാം തപസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. രാവിലെ എണീറ്റാൽ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നാമമന്ത്രം ചൊല്ലി കുട്ടികളെ വസ്ത്രമണിയിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അവർ വരുന്നത് വരെ നമ്മൾ അവർക്ക് അടുത്ത ഭക്ഷണം ഉണ്ടാക്കി തരുവാനുള്ള ആ തപസ്സിലേക്ക്, നമ്മുടെ കുടുംബത്തെ യശസ്സിലേക്ക് എത്താനും സമ്പത്തിലേക്ക് എത്തിക്കാനും നമ്മൾ പരിശ്രമിക്കുന്നത് ഒരു തപസ്സാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് തപസ്സാണ്. അപ്പം അങ്ങനെയുള്ള സാധവോ ന്യാസിനശാന്ത ബ്രഹ്മിഷ്ട ലോകപാവന എന്ന് പറഞ്ഞപ്പോൾ ഗംഗാ മാതാവ് ഭൂമിയിലേക്ക് വരാൻ സാധിച്ചു എന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ സാധകന്മാർ, അല്ലേ? ഇവിടെ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്തും സുധാകരേട്ടനും അതുപോലെ തന്നെ നമ്മുടെ അനുഗ്രഹമാഷ്ടം ചെയ്യുന്ന ശിൽവേട്ടനെല്ലാം ഇവിടെ മന്ത്രം ചൊല്ലി അഗ്നിയെ പ്രദാനം ചെയ്തുകൊണ്ട്, അപ്പോൾ ഇത്തരത്തിലുള്ള മന്ത്രജപങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സമൂഹത്തിന് സേവനം ചെയ്യുന്ന ആൾക്കാർ, അല്ലേ? ആദ്യ ഡൊണേഷൻ നമുക്ക് നൽകിക്കൊണ്ട് ഇവിടെ അയ്യാസ്വാമി അവർകൾ നമുക്ക് ഈ സത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് അദ്ദേഹം ഒരു ചുവട് വെച്ചു. നമ്മൾ ഓരോരുത്തരും ഇന്നു മുതൽ അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മൾ ഓരോ ദിവസവും ഓരോ പിടി ചില്ലറയെങ്കിലും നമ്മൾ മാറ്റിവെക്കുക. പിടിപ്പണം കൊണ്ടും പിടിയരി കൊണ്ടും നമുക്ക്
എന്ത് നേടാൻ സാധിക്കും? ഈ യജ്ഞത്തെ വിജയിപ്പിക്കാൻ സാധിക്കും. ഞങ്ങൾ 2013 ചെയ്തൊരു പ്രവർത്തനമാണ് പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്നപ്പോൾ. ഇവിടെ മേനോമ്പാറയിലെ സരസ്വതി അമ്മയുണ്ട്, ആർക്കെങ്കിലും അറിയോ? അവിടെ കുറച്ചപ്പുറത്താണ്. ആ സരസ്വതി അമ്മയെ ഞങ്ങൾ ക്ഷണിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ വന്ന എല്ലാവർക്കും ആ അമ്മ ഭക്ഷണം നൽകി. അവരുടെ മക്കളും അതിനനുസരിച്ച് അവിടെ പശുപരിപാലനമുണ്ട്, കുതിര മുതൽ കൃഷി വരെ ഉണ്ട്. ആ അമ്മയൊക്കെ നമുക്ക് ഈ സത്രത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അവരെല്ലാ മക്കളും എന്തു വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ 2013 സപ്താഹത്തിന് ആ അമ്മയും നമ്മുടെ ചിറ്റ്ലഞ്ചേരിയിലുള്ള കോമളാമ്മയും ചേർന്നിട്ട് അങ്ങാടിയിൽ ഒരു ഓട്ടോ വിളിച്ചു പോയി അവർ പച്ചക്കറികൾ ഏതൊക്കെയാണ് അവിടെ ഉള്ളതെങ്കിൽ അത് വാങ്ങിയിട്ട് വരാൻ ആ സത്രത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇവിടെയുള്ള മാതൃസമിതി അമ്മമാർ ഒരു കൂട്ടാൻ നമുക്ക് സാധിച്ചാൽ ഇന്ന് മുതൽ നമുക്ക് ഓരോ പിടിയരി നമ്മൾ വീട്ടിൽ മാറ്റിവെക്കാം. എന്നിട്ട് ആ സത്രവേദി തുടങ്ങുന്ന സമയത്ത് കലവറ നിറയ്ക്കൽ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് വരുമ്പോൾ ആ പരിപാടിയിലേക്ക് നമ്മൾ ഈ നാട്ടിലെ എല്ലാ വീട്ടിൽ നിന്നും ഓരോ പിടിയരിയും പിടിപ്പണവും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും വലിയ ഡൊണേഷൻ ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും അയ്യോ ഇപ്പം പറ്റില്ല അല്ലേ. അപ്പോൾ ഇപ്പം മുതൽ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താൻ സാധിക്കാം അല്ലേ. ഓരോ ആഴ്ചയിലും ഓരോ പിടിപ്പണം സമർപ്പിക്കുക, ഓരോ പിടിയരി നമ്മൾ സമർപ്പിക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് വന്ന് ഓരോ കുടുംബക്കാരെയും ഇതിൻ്റെ ഭാഗമാക്കിയെടുക്കുവാനും ഈ സത്രമാവുമ്പോഴേക്കും നമുക്ക് വലിയൊരു യജ്ഞമായിട്ട് ഈ നാട്ടിലെ എല്ലാ വീട്ടിൻ്റെയും അരി സമർപ്പണം ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ പല തരത്തിലുള്ള കളർ അരികളായിരിക്കാം. പക്ഷേ അവസാന ദിവസത്തെ യജ്ഞം സമാപന വേളയിൽ ഈ അരിയെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഒരു കഞ്ഞി വെച്ച് കുടിച്ചു നോക്കുക. ശ്രദ്ധിക്കോ, ചിന്തിച്ചു നോക്കൂ. എല്ലാവരുടെ വീട്ടിലും ഒരേ അരി ആയിരിക്കില്ല ചെയ്യണ്ടാവുക അല്ലേ. നേരെ മറിച്ച് നമ്മളിവിടെ ഭാരവാഹികൾ എന്താ പറയുക, ഞങ്ങൾ അരി ഒരുമിച്ച് മില്ലിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള പൈസ തന്നാൽ മതി എന്നാണ് പറയുക. അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. ഡൊണേഷൻ, സംഭാവന, മറ്റു കാര്യങ്ങൾ ഈ യജ്ഞ വിജയത്തിന് ചെയ്തുകൊള്ളൂ. പക്ഷേ ഓരോ പിടി അരിയും നമുക്ക് ഓരോ വീട്ടിൽ നിന്നും കൊണ്ടുവന്നാൽ ഒരു 400-500 വീടുണ്ടാവില്ലേ ഈ നാട്ടിൽ. 500 പിടിയരി നമുക്കിവിടെ വന്നിട്ട് അത് ഒരുമിച്ചിരുന്ന് കഴുകി വൃത്തിയാക്കി കഞ്ഞി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു ചെറുപയറോ അല്ലെങ്കിൽ വാഴക്കയോ ഉപ്പേരിയും ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ എല്ലാവരുടെയും കുടുംബ ഐക്യത്തെ പ്രദാനം ചെയ്യാൻ ആഹാരത്തിലൂടെ, ഭക്തിഭോജനത്തിലൂടെ നമുക്ക് സാധിക്കണം. ഇത് നല്ലവണ്ണം പരീക്ഷിച്ച ഒരാളാണ്. എല്ലാ വീട്ടിൽ നിന്നും എല്ലാ യജ്ഞങ്ങൾക്കും ഇതേപോലെ പിടിയരി നമ്മൾ മാറ്റിവെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവസാന ദിവസം ഞങ്ങൾ കഞ്ഞി വെച്ച് കഴിച്ചിട്ടുണ്ട് അല്ലേ. ആ സ്നേഹവാത്സല്യം, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ ഓരോ സത്രത്തെയും നമുക്ക് അമൃതമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അമൃതോത്സവത്തിലേക്ക് എല്ലാവർക്കും ഈ ഒരു യജ്ഞത്തിൻ്റെ അഭിവൃദ്ധിയും യശസ്സും കീർത്തിയും ഈ നാട്ടിനുണ്ടാവട്ടെ. ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞങ്ങളും കൂടെ സാന്ദീപിനി സാധനയും കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏത് സന്ദർഭത്തിലും ഇവിടെ വിളിച്ചാൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള വാക്കുകൊണ്ട് ഈ ഒരു യജ്ഞവേദിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും രാമായണ മാസത്തെ ശ്രേഷ്ഠമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ഈ നാടിൻ്റെ പുണ്യഭൂമിയായിട്ട് ഈ ക്ഷേത്രത്തെ സമൂഹത്തിന് അഭിവൃദ്ധി കാണിക്കുന്ന രീതിയിലേക്ക് മുന്നേറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.